ഹലോ! എല്ലാവരും എന്ത് പറയുന്നു? സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇത് മിയയാണ്. എൻ്റെ സ്വരമൊക്കെ മാറി കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട്. രാവിലെ തന്നെ ഒന്ന് റെഡിയാവാന്ന് വെച്ചു. ഞാനുണ്ടല്ലോ സെറാവയുടെ ആ ഒരു ഫേസ് ലോഷനാണ് ലോഷനല്ല ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര പതഞ്ഞൊന്നും വരില്ല. കുറച്ച് ക്രീമി ആയിട്ട് തന്നെയാണ്. പക്ഷെ നല്ലൊരു ഡീപ്പായിട്ട് ക്ലീൻ ആവുന്ന പോലെ തോന്നും. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാവുക. ഫേസ് ഒന്ന് കഴുകാം. മുടി ചീവണ ഒരു പരിപാടിയൊക്കെ ഇപ്പായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. കാരണം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്യുമല്ലോ. പക്ഷേ ഇപ്പം ജോലിക്ക് പോകാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. മുടി ഇങ്ങനെ ഡ്രൈ ആവും. അപ്പോൾ രാവിലെ ഒന്ന് ചീവിയിടും ഒന്ന് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ഒരു ഫേസ് ക്രീം എന്താണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഓക്കെ കുറച്ച് സമയം നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്തു എന്ന്. നിങ്ങളാരെങ്കിലും ഇങ്ങനെയുണ്ടോ? നമ്മൾ വീട്ടിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോൾ കണ്ണാടി നോക്കുമ്പോഴായിരിക്കും ഞാൻ എന്നെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന് ഓർക്കുക. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ തന്നെ കണ്ട് ബോധിച്ചിട്ടാണ്. എന്താണാവോ അങ്ങനെ? എനിക്കതങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ രാവിലെ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പല്ല് തേക്കുമ്പോഴോ ഒന്ന് ഫ്രഷ് ആകുമ്പോഴൊക്കെ നമ്മളെ തന്നെ ഒന്ന് കാണുക. അത് ശരിക്കും നമ്മളുണ്ടല്ലോ കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ കണ്ടൊന്ന് ഇതാക്കണം. എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് ഫേസ് ടു ഫേസ് വെക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുക. നമ്മളിപ്പം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ നമുക്കങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ആരോട് സംസാരിക്കുമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിരിക്കാൻ തോന്നില്ല. അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കും നമ്മുടെ മുഖം ഭയങ്കര ഗൗരവത്തിലാണല്ലോ അത്. അപ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ലൈറ്റ് ആവുന്ന പോലെ തോന്നും, അല്ലല്ലോ ഒരു ലൈറ്റർ മൂഡിലോട്ട് വരുന്ന പോലെ. ഞാൻ രാവിലെ റെഡിയായിട്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പം തന്നെ അവിടെ നിന്ന് അലക്കാനുള്ള തുണിയും ഒക്കെ കെട്ടിപ്പറിക്കണം. താഴ്ത്ത് വരാം. ഇന്ന് ഇവർക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ 2-3 എഗ്ഗ് എടുത്തു, കുറച്ച് പാൽ ഒഴിച്ചു. ഈ പാലാണെങ്കിൽ ഞാൻ നമ്മുടെ യോഗട്ട് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഈ ഒരു ഫെയർ ലൈഫിൻ്റെ പാല്. അത് നല്ല ക്രീമി ആയിട്ട് വരും. മറ്റേ പാലാണെങ്കിൽ കുറച്ച് വാട്ടറി ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് എടുത്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധാരണ പാൽ വെച്ച് തന്നെ എടുക്കേണ്ടി വരും. ഇത്തിരി സിന്നമൺ പൗഡർ, ഒരു 2 നുള്ളു സിന്നമൺ പൗഡർ, ഒരു നുള്ളുപ്പ്, 1 ടീസ്പൂണോളം പഞ്ചസാര. ഇതിൻ്റെ പഞ്ചസാരയുടെ അളവൊക്കെ ഇത്തിരി കൂട്ടാൻ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മുട്ട, പാല്, പഞ്ചസാര, തുള്ളി ഉപ്പ്, സിന്നമൺ പൗഡർ അത്രയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി പാലല്ല, നമ്മുടെ കയ്യിൽ ക്രീം ഉണ്ടല്ലോ, നല്ല ഹെവി ക്രീം ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും നല്ല രസമായിരിക്കുമേ. ഈ ഒരു നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിന് ഒരു ചെറിയ ബീറ്റർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. ഈ ഒരു പരിപാടിക്ക് പിള്ളേരൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ മൂത്ത അവനൊക്കെ ഇത് തനത്താനെ ഉണ്ടാക്കി നമുക്കും കൂടെ തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിള്ളേരങ്ങനെയല്ലേ, ഒരു ആവേശം നോക്കുമ്പോൾ ഭയങ്കര സഹായമാണ്. ആവേശം കഴിയുമ്പം പിന്നെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള അവസ്ഥയാണ്. ഞാനും പിന്നെ അവർ എന്താ പറയുക, ഇപ്പോൾ അവധി തുടങ്ങി ഓരോരോ കാര്യങ്ങൾ അവധി തുടങ്ങിയാലും പിള്ളേർക്ക് അവരുടേതായ തിരക്കുകളുണ്ടല്ലോ. പെൻഡിങ് ഉള്ള ഷോസ് എല്ലാം കണ്ട് തീർക്കണം, ബാക്കി വെച്ചിരുന്ന പുസ്തകങ്ങൾ, പിന്നെ വലിയ കുട്ടികളായി കഴിയുമ്പോൾ അവരുടേതായ ഫ്രണ്ട്സും കാര്യങ്ങളും നമ്മളറിയാത്ത ഒരു ചെറിയ ലോകം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ടീനേജിലോട്ട് പോകുമ്പോഴത്തേന് അപ്പം ഫോണിൽ സംസാരവും അങ്ങനെ കുറേ സമയം. ചെറുതിനാണെങ്കിൽ കളിക്കണം, ഗെയിം കളിക്കണം, അങ്ങനെ ഇത് ചെയ്യണം. അപ്പം അവരെന്താ വെച്ചാൽ അവരുടെ കാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് ഒന്ന് സഹായത്തിനൊക്കെ ഒന്ന് എടുക്കാൻ പിടിക്കാനൊക്കെ വിളിച്ചാൽ വന്നോളൂ. ഞാനിത് തിൻ സ്ലൈസാണ് കേട്ടോ ബ്രെഡ്. ഇങ്ങനെ എന്താ പറയുക, ഈ ബ്രെഡ് ഒരു സാർഡോ ബ്രെഡാണ് നമ്മുടെ കോസ്കോയിൽ കിട്ടുന്നത്. അത് ചിലപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ ഇവിടെ ബേക്കറികളിൽ നിന്ന് മേടിക്കുവേ. ശരിക്കും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ബേക്കറികളിൽ നിന്ന് മേടിക്കുന്നതും നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് മേടിക്കുന്നതും തമ്മിലുള്ള ഈ ബ്രെഡിന്. എന്തായാലും ഇപ്പോൾ കിട്ടിയത് ഇതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് സോക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു പാൻ ഞാനിപ്പോൾ ദിവസം കാണിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പാൻ കേക്ക് ഗ്രിഡിൽ എന്നാണ് കേട്ടോ. മിക്കവാറും എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ടാവും. ജസ്റ്റ് പാൻ കേക്ക് ഗ്രിഡിൽ നിന്ന് ആമസോണിലോ വെറുതെ ചുമ്മാ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഉണ്ടാവും. വാൾമാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, കലണ്ടർ എല്ലാ കടകളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് 4-6 ഒക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കാം. എളുപ്പം കാര്യം കഴിയും.
ഇതിനിടയ്ക്ക് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആവണ സമയത്ത് തന്നെ ഡിഷ് വാഷർ അങ്ങോട്ട് എംപ്റ്റി ചെയ്ത് വെക്കുകയാണ്. ഡിഷ് വാഷർ അങ്ങനെ എംപ്റ്റി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ വരുമ്പോൾ അത് റിൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെക്കുക. ഞാൻ ഒത്തിരി നിറയെ പാത്രമുള്ളപ്പം കുറച്ച് വിനെഗറും കൂടെ ഒഴിക്കും കേട്ടോ. ഈ ഒരു സോപ്പ് എൻ്റെ ഡിഷ് വാഷർ സേഫായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ലേശം വിനെഗറും കൂടെ ഒഴിക്കും. അപ്പം എന്താ പറയുക, പാത്രമൊക്കെ നല്ല തിളങ്ങി വൃത്തിയായിട്ട് വരും. എന്ന് മാത്രമല്ല ഈ ഡിഷ് വാഷറുകൾക്കെല്ലാം ഒരു ഏരിയ ഒരു ചെറിയൊരു ഇതുണ്ട്. അതിനകത്തോട്ട് നമുക്ക് എന്താ പറയുക, ഫാസ്റ്റ് ഡ്രൈ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ മേടിക്കാൻ കിട്ടും. അപ്പം ഡിഷ് വാഷർ ഫാസ്റ്റ് ഡ്രൈ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിച്ച് വയ്ക്കും. അത് കുറേ നാൾ കൂടുമ്പോൾ ഒഴിച്ചാൽ മതി കേട്ടോ. അത് തീരുമ്പോൾ നമുക്ക് മെഷീൻ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ തരും, അതനുസരിച്ച് നമ്മൾ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാ ഭക്ഷണം റെഡിയായി. അതിനൊപ്പം തന്നെ നമ്മുടെ അടുക്കളത്തെ പണികളും അങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ലേശം ഒരു മേപ്പിൾ സിറപ്പ് ഒന്ന് ഇറ്റിച്ചു കൊടുത്തു. എഗ്ഗ് ഉണ്ട് എൻ്റെ സൈഡിൽ. എനിക്ക് തോന്നുന്നത് കുറച്ച് കീവി, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എത്തിക്കളിച്ച് കുറച്ച് കീവി ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ അവരത് ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ എഗ്ഗും കോഫിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഈ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊരു ലോഡ് തുണിയും കൂടെ അലക്കാനിട്ടു. അപ്പോൾ മേളിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് തുണികൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാം. നിങ്ങളാരെങ്കിലും തുണി അലക്കാനായിട്ടിടുമ്പം പിള്ളേരുടെയോ ഹസ്ബൻഡിൻ്റെയോ ഒക്കെ പോക്കറ്റ് നോക്കാറുണ്ടോ? ഞാനുണ്ടല്ലോ, പണ്ട് നമ്മൾ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേന് കിട്ടുന്ന ഉപദേശങ്ങളിലൊന്നാണ് പോക്കറ്റ് നോക്കിയിട്ട് അലക്കാനുണ്ടെന്ന്. ഞാനത് അന്ന് തന്നെ നഖശികാന്ത്, തോമസ് അല്ല പറഞ്ഞേ, പക്ഷെ വേറെ വീട്ടിലുള്ളവർ നഖശികാന്ത് എഴുതും. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, അവനവൻ്റെ പോക്കറ്റ് എംപ്റ്റി ചെയ്തിട്ട് പാൻറ്റ് അലക്കാനിടുകയാണെങ്കിൽ അലക്കും, അതല്ലെങ്കിൽ അതിനോട് കൂടി അലങ്ങും. എനിക്ക് നമ്മളെന്താ പറയുക, നമ്മളങ്ങനെ പിള്ളേരെ പഠിപ്പിച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ അവനവൻ ഊരിയിടുന്ന സാധനങ്ങളുടെ പോക്കറ്റൊക്കെ എംപ്റ്റി ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർക്കാണ് എന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളാവുമ്പോൾ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഞാനിവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഊരിയിടുന്നതിന് മുമ്പ് പോക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് എടുത്ത് മാറ്റിക്കോണം. ആവശ്യമുള്ളതാണേലും ഇല്ലാത്തതാണേലും. ആവശ്യമുള്ളതാണെങ്കിൽ അത് വാഷിംഗ് മെഷീനിൽ നശിച്ചു പോകും. ഇല്ലാത്ത സാധനമാണെങ്കിൽ ഈ മുട്ടായിക്കടലാസൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ട് വാഷിംഗ് മെഷീൻ കേടായിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എയർപോഡ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ പോക്കറ്റിലിട്ടിരുന്നു. അതിനകത്ത് കിടന്ന് അലങ്ങി തിരിഞ്ഞ് ഡ്രൈയും ആയി വന്നപ്പോഴാണ് ഒരെണ്ണം കേടായിപ്പോയി കേട്ടോ. ഒരെണ്ണം അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അരിയിലൊക്കെ ഇട്ടാൽ മതി. മിക്കവാറും എയർപോഡുകളോ ഇയർഫോൺസൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയിലിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വരും. അപ്പം ഞാൻ ഇന്നിപ്പം എന്താ പറയുക, ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേന് തുണി അലങ്ങിക്കൊണ്ടിരിക്കണം കണ്ടപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. നമുക്കിന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ ഇത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, അതൊക്കെ ഒന്ന് എഴുതുകയാണ്. കാരണം ഒന്നാമത് നമുക്ക് ഒരു റുട്ടീൻ തെറ്റിയിരിക്കുകയാണല്ലോ. പിള്ളേർ വീട്ടിലുണ്ട്, അവർക്ക് സ്വിമ്മിങ്ങും തൈക്കോണ്ടോ അവരുടെ അതേതായ ആക്ടിവിറ്റീസുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാംഗോ ഉണ്ട്. അതൊക്കെ ആയതുകൊണ്ട് ഓർക്കത്തില്ല. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ ചില കാര്യങ്ങൾ മനഃപൂർവ്വം അങ്ങ് മറന്നതായിട്ട് ഭാവിക്കും, മടി, അതൊരു പ്രശ്നമാണ്. എന്തായാലും ഞാനതാ എൻ്റെ കാപ്പിയൊക്കെ റെഡിയാക്കി. രാവിലത്തെ ഭക്ഷണം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് ചേനയാണ്. ഞാൻ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നല്ല പട്ട് പോലെ വരും കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുക. കുക്കറിൽ ഇട്ടില്ലെങ്കിൽ എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു 2 വിസിൽ കുക്കറിൽ കൊടുത്താൽ തന്നെ നല്ല വെന്ത് വരും. ഇത് ഉപ്പേരി വെക്കാനാണ്. ഉപ്പേരി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തൈര് ഒഴിച്ച് വയ്ക്കും. കഷ്ണത്തിന് ഈ സൈസാണെങ്കിലും ഞാനെടുത്തിത് അവിയലിൽ സാമ്പാറിലൊക്കെ ഇടും കേട്ടോ. അത് നമ്മൾ അടുപ്പത്ത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഉച്ച കഴിഞ്ഞല്ല, ഉച്ചയോടുകൂടി ഒരു സ്ഥലത്ത് പോകണം, പുറത്തൊന്ന് പോകണം. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇത് ക്യാമറയുടെ ആ ഒരു ലൈറ്റിങ് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് വന്നപ്പോൾ ഒന്ന് പോയതാണ്. ഞാൻ മേളിൽ നിന്ന് ആ കർട്ടൻ ഒന്ന് ഊരി അലക്കണം. അതിന് വേണ്ടി എനിക്ക് പൊക്കം അങ്ങ് ശരിയാവണില്ല. അപ്പോൾ ഇമാനോട് നല്ല പൊക്കം വെച്ചു കേട്ടോ. അവനൊരു 6 അടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഹൈറ്റ്. അപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ സ്ട്രെങ്ത് ബേസ്ഡ് ആണല്ലോ, അവൻ്റെ പൊക്കത്തിന് അങ്ങ് യൂസ് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഊരി ഇങ്ങ് തരാൻ പറഞ്ഞു. ഇതിനി ഞാനിങ്ങനെ ആലോചിക്കുക, എല്ലാം കൂടെ ഒന്നിച്ചിളക്കണോ സെപ്പറേറ്റ് ഇളക്കണോ. ചെളിയൊന്നുമില്ല. 1-2 സ്പോട്ടിൽ ഇവർ പിടിച്ച എന്തോ ഒരു കുഞ്ഞ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് ഇച്ചിരി
ഇത് തേച്ചു. എന്നിട്ട് ബാക്കിയെല്ലാം ഒന്നിച്ച് തന്നെ അത് അലക്കാനിട്ടു കേട്ടോ. ഇനി ഉച്ചയായതാ നമ്മൾ റെഡിയായി. ഈ റെഡും വൈറ്റും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, കാനഡ ഡേ ആണ്. അപ്പം ഞാൻ പതുക്കെ ഡ്രസ്സൊക്കെ മാറി. തോമസിൻ്റെ ഒരു റിബൽ സ്വഭാവമാണ്, അതുകൊണ്ട് ഇതാ അപ്പനും മോനും ബ്ലൂ കളർ ഇട്ടിരിക്കണം, ഞാനും അയച്ചു റെഡ്. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നും റെഡ് ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കാനഡ ഡേ ആയതുകൊണ്ട് എനിക്കുള്ളതുകൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴത്തേന് ഇതാ ഫസ്റ്റ് നമ്മൾ കയറിയിട്ട് തന്നെ ആർമി അവരുടെ തോക്ക്, ഒറിജിനൽ തോക്കും കാര്യങ്ങളൊക്കെ വള്ളംകളി നടക്കുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിലാണ്, ആകെ തളർന്നു പോയിട്ടോ. പിന്നെ ആദ്യം ചെന്ന സ്ഥലത്ത് ഇങ്ങനത്തെ എക്സിബിറ്റ്സ് ഒക്കെ ആയിരുന്നു. പോലീസ്, പട്ടാളം, എയർഫോഴ്സ് അങ്ങനത്തെ ഒക്കെ. വിമാനം എയർ കേഡറ്റിലുണ്ടല്ലോ, അപ്പോൾ അവൻ്റേതായ കുറച്ച് ഇതിനെയൊക്കെ കണ്ടു. പിന്നെ ഈ നമുക്ക് പോലീസിൻ്റെ ഇതിൽ ആംബുലൻസിനകത്തൊക്കെ കയറി വരിക. അവർ അത് എന്താ പറയുക, ഇനി ആ പോലീസിൻ്റെ കൂട്ടത്തിൽ ചെയ്യുകയോ കളിക്കുകയോ അവരുടെ വെസ്റ്റൊക്കെ ഇട്ട് നോക്കണമെങ്കിലൊക്കെ ഇടാം. അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയുക, കുറച്ച് ചില കുട്ടികളൊക്കെ ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അവരുടെ പുറകിൽ, ഈ പോലീസ് വാനിൻ്റെ പുറകിൽ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുക, അതിനകത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ ഒരു ജിറാഫ് പോലത്തെ ഒരു ഇതാണ് ജിറാഫ്, സീബ്ര, അങ്ങനെ പല പല ജീവികളെ പോലെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഒന്നിച്ചെടുക്കുന്നതാണ്. പിന്നെ കുറച്ചങ്ങ് നടന്നപ്പോൾ ഫുഡ് ട്രക്കുകൾ കണ്ടപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എന്ത് കഴിക്കണം, നല്ല ചൂടുണ്ട്. അപ്പം എന്തെങ്കിലും കുടിക്കാൻ മേടിക്കണോ, കഴിക്കാൻ മേടിക്കണോ. അപ്പം ഞാനവിടെ ചേന ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് മീൻ കറിയോ മറ്റേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അതിനൊരു മീച്ചം പോരാ. ഇനിയിപ്പോൾ അതൊക്കെ കഴിക്കണമെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് ബർഗറോ പിറ്റ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചു. ഭക്ഷണമൊക്കെ അവിടെ തന്നെ പാർക്കിലിരുന്ന് കഴിച്ചു. പിന്നെ ഇതിനിങ്ങനെ ഫൺ ആയിട്ടുള്ള പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഫേസ് പെയിൻറ്റിങ്ങും പിന്നെ ഇങ്ങനെ എന്താ പറയുക ഹഡിൽസും ജമ്പ് ചെയ്യുന്ന ഇതും. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കുറച്ച് സമയം കുറേ ആകുമ്പോഴത്തേനും മടുക്കും, എന്നാലും ഒരു രസം. തിരിച്ച് വന്ന വഴിക്ക് ഞാൻ രാവിലെ ലിസ്റ്റ് എഴുതുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളോട് പെട്ടെന്ന് മേടിച്ചിട്ട് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മൾ ഗ്രോസറി ഹോളായിട്ടൊന്നും അതുകൊണ്ട് ചെയ്യുന്നില്ല. അതും കൂടെ മേടിച്ച് നേരെ വീട്ടിൽ വന്ന് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ടെന്ന് ഒത്തു വന്നാലേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടി മാങ്ങ മേടിക്കും, ചിലപ്പോൾ കൊള്ളാത്തതായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം സൂപ്പർ സ്റ്റോറിൽ നിന്നായിരുന്നു, എന്തോ ഭാഗ്യത്തിന് നമ്മൾ മേടിച്ച ആ സെറ്റ് കൊള്ളാം. ഇതിന് മുമ്പും മേടിച്ചതൊന്നും കൊള്ളത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളൊരു 2-3 മണിക്കൂറത്തേക്ക് മാറിയപ്പോഴത്തേന് നമ്മുടെ മാംഗോനെ നമ്മൾ ക്രേറ്റിലാക്കിയിട്ടാണ് പോയത്. വന്നപ്പോൾ തന്നെ അവൾ വിളിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ക്യാമറയിൽ കൂടെ കാണാം. അപ്പോൾ പുള്ളിക്കാരത്തിന് നല്ല ഉറക്കമായിരുന്നു. വന്നു, അവളെ ഒന്ന് അഴിച്ചു വിട്ടു, അവളുടെ കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയായി. ഇനിയിപ്പം അന്ന് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞു ഞാൻ പുറത്തുനിന്ന് ബർഗർ അതൊക്കെ കഴിച്ചാലേ, അപ്പോൾ എനിക്കൊരു പേടി, ഇനിയൊന്ന് ഇച്ചിരി നേരം എന്തെങ്കിലും ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു. പുറത്തു കൂടെ പട്ടീനെ കൊണ്ട് നടക്കണമുണ്ട് കേട്ടോ. അവളെ കൊണ്ട് രാവിലെയും വൈകിട്ടും ചിലപ്പം മിക്കവാറും എല്ലാ ദിവസവും മനുവാ പോകണം, ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പോകും. പക്ഷേ അതൊരു ലെഷർ, വെറുതെ ഇങ്ങനെ ലാലാ ലൂലു എന്നുള്ള നടപ്പല്ലേ, അതുപോരാ. നമ്മൾ ഇച്ചിരി എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻക്ലിനേഷനൊക്കെ കൂട്ടി സ്പീഡൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ ആ ഒരു എന്താ പറയുക ഒരു എക്സസൈസ് സോണിലൊക്കെ എത്തിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി അരമണിക്കൂർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഇവന്മാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ, ഒന്നിന് ചോറ് അല്ലെ ദോശ. അങ്ങനെയാണ് ഇന്നത്തെ ഡീല്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ഫുഡാണല്ലോ കഴിച്ചത്. നമ്മുടെ നാട്ടിൽ തട്ടുകട പോലെ, തട്ടുകടയിൽ ദോശയും ഇതൊക്കെ കിട്ടുന്നവർ ഇവരെ ബർഗർ, ഹോട്ട് ഡോഗ് അങ്ങനത്തെ എന്താ പറയുക ഓരോ സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മളങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഞാൻ മേളിൽ വന്നു. അപ്പം ചീസ് ദോശ അതാണ് ഓർഡർ കിട്ടിയേക്കണത്. ഞാൻ ഈ ഒരു ഗീ ആണ് കേട്ടോ, വെർക്ക എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ കോസ്കോയിൽ ഇങ്ങനെ ഒരു വലിയ 3-4 ലിറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു വലിയ ജാറിലാണ് കിട്ടുക. ഒരിടയ്ക്ക് ഞാൻ ഗീ ഉണ്ടാക്കുമായിരുന്നു, കാരണം ഒരു കുഞ്ഞ് പാട്ടയ്ക്ക് $23-24 ആയപ്പോൾ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഒരു 30-40 ഇടയ്ക്കാന്ന് തോന്നുന്നു, കുറച്ചേറെ കിട്ടുന്നുണ്ട്. അപ്പോൾ കോസ്കോയിൽ വരവും കൊണ്ട് ചെയ്ത പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബട്ടർ ഉരുക്കി നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ബട്ടർ ഉരുക്കിയിട്ട് അതൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഇപ്പം എന്തായാലും കുറച്ച് നാളായിട്ട് ഇതൊരു വേണ്ട ഒരു മടിപ്പണി പോലെയാണ്. പിന്നെ ഇത് വലിയൊരു പാട്ട് മേടിക്കുമ്പോൾ കുറേ കാലം ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് ദോശയാണ്. നമ്മളിതൊരു ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ തവയാണ്. ഇത് ബ്രാൻഡിൻ്റെ പേര് പറയാൻ കാര്യം, ഞാൻ ലിങ്ക് അയക്കാനായിട്ട് ഞാൻ മിക്കവാറും എല്ലാ സാധനങ്ങളും
കടയിൽ ചെന്ന് കണ്ട് അങ്ങനെ എടുക്കുക. ഇത് ഈ ലോഡ്ജിൻ്റെത് വാൾമാർട്ടിലുണ്ട് കേട്ടോ. ഞാനത് ഒരിടയ്ക്ക് കുറേ വർഷം മുമ്പ് വാൾമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചട്ടിയും 2 എണ്ണം ഉണ്ട് എനിക്ക്. 2 കാസ്റ്റ് ചെയ്യേണ്ട തവയുണ്ട്. ഒരെണ്ണം ദോശ ഉണ്ടാക്കാനും ഒരെണ്ണം ചപ്പാത്തിക്ക് ഉണ്ടാക്കാനും. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ ദോശയും കൂടി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് മയക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ദോശയുടേതിൽ നമ്മൾ ദോശ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണുണ്ടല്ലോ, ഇങ്ങനെ നോൺ സ്റ്റിക്കിനെ പോലെ അതുപോലെ വിട്ടൊരു ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇത്തിരി നെയ്യ് ഉറ്റിക്കും, ആദ്യം ഇച്ചിരി എണ്ണ തടവും കേട്ടോ ഞാൻ. മറ്റേ നമ്മുടെ മസ്റ്റർഡ് ഓയിൽ എന്നല്ലേ, മസ്റ്റർഡ് ഓയിൽ അല്ലല്ലോ, എള്ളെണ്ണ, ജിഞ്ചിലി ഓയിൽ, അതൊന്ന് തടവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയെടുക്കും. നല്ല രസമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവർക്ക് ചീസ് ദോശ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ യന്ത്രത്തിനെ ഒന്ന് തുറന്നു വിടാം. ഇതിന് കഴിഞ്ഞ ദിവസമൊക്കെ നന്നായിട്ട് ഞാൻ അടിച്ചു വാരി തുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ട് ഈ ഒരു റോബോ വാക്യൂത്തിന് പ്രാപ്തിയില്ല. പിന്നെ ചിലപ്പം നമുക്ക് വിചാരിക്കും ഇതിന് ഒരു ബുദ്ധിയും വിവരവും ഇല്ലേന്ന്. എന്തെങ്കിലുമൊക്കെ പൊടി കിടക്കുന്നിടത്ത് നമുക്ക് മാറിപ്പോണൊക്കെ കാണാം. എന്നാലും ഇതൊന്ന് റൺ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു സമാധാനം. കുറേയൊക്കെ എടുക്കും. എന്തായാലും അത് എം ഡി ചെയ്യുമ്പോൾ നിറയെ സാധനം ഉണ്ട്, അതിൻ്റെ അർത്ഥം അത് കുറേ പണി ചെയ്തു എന്നാണല്ലോ. അപ്പോൾ അതവിടെ റൺ ചെയ്തിട്ട് ആ സമയത്തിന് പതുക്കെ ഒരു ക്യാമൽ ടീ ഒക്കെ കുടിക്കുന്നത്. ഒത്തിരി വെയിലൊക്കെ കൊണ്ട് നല്ല അലഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ശരിക്കും എനിക്ക് എന്താ പറയുക, ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ലോ. അതുകൊണ്ട് അപ്പം എനിക്ക് എപ്പോഴും ഉറക്കത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും നല്ല ഒരെണ്ണം ക്യാമൽ ടീ കുടിക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം, എനിക്ക് നല്ല നല്ല ഡാർക്കാക്കി റൂം വെച്ചിട്ട് നല്ല തണുപ്പാക്കുക. അപ്പം നമ്മൾ സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്. പുറത്ത് വെളിച്ചം നോക്കണ്ട, ഉറങ്ങാനുള്ള സമയത്തോട് അടുത്തു. അപ്പോൾ ഏതൊരു ഷോ വെച്ചേക്കാണ് കേട്ടോ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇങ്ങനത്തെ ഈ ഷോകൾ വരുന്നത്. കാത്തു പൂപ്പി ഒക്കെ കാണാൻ തുടങ്ങിയ ജീവിതമാണ്. ഇതുവരെ അതിനൊരു അന്ത്യം ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഇല്ല കേട്ടോ, നമ്മൾ വേണമെങ്കിൽ മാറ്റിയൊക്കെ വെക്കാം. പക്ഷേ ഈ പിള്ളേരുടെ ഷോ കാണുമ്പോഴേ അതിൻ്റെ മുമ്പിൽ നമ്മൾ അറിയാണ്ട് വായും വിളിച്ചിരുന്നു പോലെ 15 പ്രാവശ്യം കണ്ടിട്ടുള്ളതാണേലും പിന്നെയും ഇപ്പോഴും ഞാനിങ്ങനെ ഇവരെ കാത്തു വയ്ക്കുന്നൊക്കെ പറയും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒരിഷ്ടമാണ് എന്താ പറയുക, കുഞ്ഞു പിള്ളേരുടെ ഷോ കാണാനായിട്ട്. അപ്പോൾ ഇതെനിക്ക് തോമസും ഞാനും കൂടെ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കാമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഇതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ്. നമ്മൾ കാനഡയിൽ സെറ്റിലായിട്ടുള്ളൊരു മലയാളി ഫാമിലിയാണ്. ഞാനും ഹസ്ബൻഡും 2 പിള്ളേരും. ഒരാൾ 10ാം ക്ലാസ്, ഒരാൾ 3ാം ക്ലാസ്. അപ്പോൾ നമ്മൾ മെയിൻലി ഡെയിലി വ്ളോഗ്സും വർക്കിംഗ് മം സ്റ്റൈൽ വീഡിയോസും ഇനി സ്റ്റേ അറ്റ് ഹോം ആകുമ്പോൾ ആ സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്ന് കാണുക. അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.